Hi everyone, welcome back to Accent Education. Accentയുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് പോവാണ്. അപ്പോൾ കഴിഞ്ഞ 4 എപ്പിസോഡ് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും വീണ്ടും ഒന്ന് വാച്ച് ചെയ്യണം. നിങ്ങൾ ഡെഫിനറ്റായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ നോട്ട് എഴുതി വെക്കണം. അതിൻ്റെ ഒപ്പം നിങ്ങൾ സ്വന്തമായിട്ട് സുഹൃത്തുക്കളുമായിട്ടോ വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഞാനിത് ആവർത്തിച്ച് പറയുന്നത് എന്തെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഡെഫിനറ്റായിട്ടും ഗുണം ഉണ്ടാകുക, അല്ലേ? നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു, അല്ലേ? അതായത് സ്വന്തമായിട്ട് വൊക്കാബുലറി ഒക്കെ ഡെവലപ്പ് ചെയ്ത് കോൺവെർസേഷൻസ് ഒക്കെ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. എന്നാൽ നമ്മുടെ ഈ 5ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേറൊരു കാര്യമാണ് കേട്ടോ. സംഭവം സിമ്പിളാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് കുട്ടി ഇംഗ്ലീഷ് എന്നാണ്. എന്താണ് കുട്ടി ഇംഗ്ലീഷ്? കുട്ടി ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുന്നതിൻ്റെ ഒപ്പം നമ്മളെ സംസാരിക്കാൻ സഹായിക്കുന്ന ചില സെൻറ്റൻസസ് കൂടെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ കുട്ടി ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ 2-3 ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം വരുന്ന ചില സെൻറ്റൻസസോ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഫ്രേസസ് ഒക്കെയാണ്. അത് നിങ്ങളെ ആളുകളുമായിട്ട് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം സാധാരണ ഗതിയിൽ നമ്മൾ നോക്കുമ്പോൾ സെൻറ്റൻസസ് ഒക്കെ വലിയ ലെങ്ത് ഉള്ളതാണ്. അത് ചിലപ്പോൾ നമുക്ക് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് നമുക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ കുട്ടി ഇംഗ്ലീഷ് ഉപയോഗിച്ചുള്ള ഗുണം എന്തെന്നറിയാമോ? സിമ്പിളായിട്ടുള്ള സിറ്റുവേഷൻസിൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നാളെ മുതൽ തന്നെ ഇന്ന് മുതൽ തന്നെ നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 20 കുട്ടി ഇംഗ്ലീഷ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ലെറ്റ്സ് ബിഗിൻ. 1ാമത്തെ സെൻറ്റൻസ് ആണ് സേ ഇറ്റ് അഗെയിൻ. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ, സേ ഇറ്റ് അഗെയിൻ. സേ ഇറ്റ് അഗെയിൻ എന്ന് വെച്ചാൽ വീണ്ടും ഒന്നുകൂടി പറയൂ. ഒരാളൊരു കാര്യം പറഞ്ഞു, എനിക്കത് കിട്ടിയില്ല, വളരെ കാഷ്വലി നമുക്ക് അവരോട് പറയാം സേ ഇറ്റ് അഗെയിൻ, പ്ലീസ് റിപ്പീറ്റ് എന്നൊക്കെ പറയുന്നില്ലേ? അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് കേട്ടോ. സേ ഇറ്റ് അഗെയിൻ, സേ ഇറ്റ് അഗെയിൻ, സേ ഇറ്റ് അഗെയിൻ. കണ്ടോ? ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ആവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? സേ ഇറ്റ് അഗെയിൻ. 2ാമത്തേത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാവുന്നൊരു കാര്യമാണ് കേട്ടോ. പോയി കുളിക്കുക അല്ലെങ്കിൽ കുളിക്കുക. കുട്ടികളോട് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ജീവിത പങ്കാളിയോട് നിങ്ങൾക്ക് പറയാം കുളിക്കുക. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? സിമ്പിളാണ്, ടേക്ക് ബാത്ത്. ടേക്ക് ബാത്ത്. ഓക്കെ, പ്ലീസ് ഗോ ആൻഡ് ടേക്ക് ബാത്ത് എന്നാണ് ശരിക്കുള്ളൊരു സെൻറ്റൻസ്. പക്ഷെ നമ്മൾ ചെറുതായിട്ട് പറയുകയാണ് ടേക്ക് ബാത്ത്. പോയി കുളിക്കുക. ടേക്ക് ബാത്ത്. ടേക്ക് ബാത്ത് എന്ന് പറഞ്ഞ് ടേക്ക് ബാത്ത്, കുളിക്കുക. ക്ലിയർ ആണല്ലോ? 3ാമത്തെ യൂസേജ് ഇങ്ങനെയാണ്, ഇപ്പോൾ തന്നെ. അല്ലെ, നമ്മൾ ചില കാര്യങ്ങൾ പറയും. ഒരാൾ ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നു, ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യണോ? ഇപ്പോൾ തന്നെ ചെയ്യണം. എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. റൈറ്റ് നൗ. സിമ്പിളാണ് കണ്ടോ? റൈറ്റ് നൗ 2 വാക്കുകളേ ഉള്ളൂ. ഇപ്പോൾ തന്നെ. മാർക്കറ്റിലൊന്ന് പോയിട്ട് വാടാ, എപ്പോൾ പോണോ? റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ. കണ്ടോ? ഇപ്പോൾ തന്നെ എന്നാണ് നമ്മൾ പറയുന്നത്. റൈറ്റ് നൗ ഒന്ന് പറഞ്ഞേ. റൈറ്റ് നൗ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുന്നു, അതായത് ക്ലാസ് കേൾക്കുന്നു, പഠിക്കുന്നു, എഴുതി വെക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരുവാണ് കേട്ടോ. പറയുന്ന കാര്യങ്ങൾ എൻ്റെ ഒപ്പം ആവർത്തിച്ച് പറഞ്ഞു പോവുക. റൈറ്റ് നൗ എന്ന് പറഞ്ഞ് റൈറ്റ് നൗ. ഓക്കെ, അടുത്ത യൂസേജ് ആണ് ഇതൊന്ന് പിടിച്ചേ, ഇതൊന്ന് പിടിക്കൂ എന്ന് നമ്മൾ പറയുന്നില്ലേ? അതായത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട്, വെയിറ്റ് ആണ്, കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾക്ക് കൊടുക്കുന്നു, ഇതൊന്ന് പിടിക്കൂ എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? സിമ്പിൾ, ഹോൾഡ് ഇറ്റ്. അല്ലേ? അത് ഒരു വെയിറ്റുള്ള സാധനം കൊടുത്താൽ അത് ഹോൾഡ് ചെയ്യുക എന്ന് പറയാം, അല്ലെങ്കിൽ എന്തിലെങ്കിലും പിടിക്കുക. ഇതിനൊക്കെ നമ്മൾ സെയിം യൂസേജ് ആണ് കേട്ടോ. ഹോൾഡ് ഇറ്റ്, അല്ലേ? ഹോൾഡ് ഓൺ സമൺസ് ഹാൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, അതേ ഹോൾഡാണ്. പക്ഷെ ഇവിടെ എന്തെങ്കിലും സാധനമായിരിക്കാം ഇവിടെ വരുന്നത്. ഹോൾഡ് ഇറ്റ്. ഓക്കെ, പിടിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞ് ഹോൾഡ് ഇറ്റ്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ഭാഷയിലെ മര്യാദയുടെ ഒരു എക്സാമ്പിളാണ് ഈ നമ്മൾ കാണുന്നത് കേട്ടോ. നമ്മളൊരു വീഡിയോയിൽ കണ്ടിരുന്നു ചില ഗോൾഡൻ വേർഡ്സിനെ കുറിച്ചൊക്കെ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ വളരെയധികം മര്യാദയുണ്ട്. ഇപ്പം നമ്മൾ അസുഖബാധിതനായ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? മലയാളത്തിൽ എന്താ പറയുക? പെട്ടെന്ന് സുഖമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ, പെട്ടെന്ന് ശരിയാവട്ടെ എന്നൊക്കെ പറയില്ലേ? അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുക?
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു വയ്യാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുക എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മര്യാദയുടെ ഭാഗമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല ആളുകളും അല്ലെങ്കിൽ മലയാളം അറിയില്ലാത്ത ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ പലരും ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം പെട്ടെന്ന് സുഖമാകട്ടെ? സിമ്പിളാണ്. ഗെറ്റ് വെൽ സൂൺ എന്ന് പറഞ്ഞേ. ഗെറ്റ് വെൽ സൂൺ, ഗെറ്റ് വെൽ സൂൺ. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? 3 വാക്കുകളേ ഉള്ളൂ. ഗെറ്റ് വെൽ സൂൺ. പറയും ഗെറ്റ് വെൽ സൂൺ. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ എന്ന് പറയുന്നു. അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്നൊരു കാര്യമുണ്ട്, പിന്നെ ചെയ്താൽ മതി. എങ്ങനെയാണ്? പിന്നെ ചെയ്താൽ മതി. അതിന് ഇംഗ്ലീഷ് എന്തായിരിക്കും? ഡു, ചെയ്യുക. ഇറ്റ് ലേറ്റർ, ഡു ഇറ്റ് ലേറ്റർ അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ചെയ്യണം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അയ്യോ ഞാനിപ്പോൾ കടയിൽ പോകണം, യു ക്യാൻ ഗോ ലേറ്റർ എന്ന് നമ്മൾ പറയുന്നില്ലേ? അതുപോലെ തന്നെ ഒരു സാധനമാണ്. എന്തെങ്കിലും ഒരു പ്രവൃത്തി പിന്നെ ചെയ്തോളൂ. ഡു ഇറ്റ് ലേറ്റർ, ഡു ഇറ്റ് ലേറ്റർ എന്ന് പറഞ്ഞേ. ഡു ഇറ്റ് ലേറ്റർ. ഇനി വേറൊരു സിറ്റുവേഷൻ, ഒരാളൊരു കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി, നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കുവാണ്. ഒന്നുകൂടെ നോക്ക്, ഒന്നുകൂടെ ട്രൈ ചെയ്യുക അല്ലേ? വീണെടുത്ത് ഒന്ന് എണീക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഫെയിൽ ആകുമ്പോൾ പ്രോജക്റ്റിൽ വിചാരിച്ചോളി പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പറയും ഒന്നിരുന്ന് ശ്രമിച്ചു നോക്ക്. എങ്ങനെയാണത്? ട്രൈ അഗെയിൻ. എങ്ങനെയാണ്? ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ അഗെയിൻ എന്ന് പറഞ്ഞേ. ട്രൈ അഗെയിൻ. ട്രൈ എന്ന് വെച്ചാൽ പരിശ്രമിക്കുക. അഗെയിൻ ഒന്നുകൂടെ. ട്രൈ അഗെയിൻ, ട്രൈ അഗെയിൻ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു എക്സ്പ്രഷനാണ് കേട്ടോ. സമയം കഴിയാറായി. നമ്മളൊക്കെ എക്സാമിനേഷൻ ഹാളിൽ എപ്പോഴും കേൾക്കുന്നൊരു സംഭവമാണ്. അല്ലെങ്കിൽ നമുക്ക് സിറ്റുവേഷൻ നോക്കാം. ഒരു ഡെഡ് ലൈൻ തന്നിട്ടുണ്ട്, അത് തീരാറാകുമ്പോൾ, ഇപ്പോൾ ഒരു ആക്ടിവിറ്റി തരുന്നു, 2 മിനിറ്റാണ് സമയം, 2 മിനിറ്റ് അടുക്കാറാകുമ്പോൾ നമ്മുടെ അടുത്ത് ഇൻസ്ട്രക്ഷൻ തന്ന ആൾ വന്ന് പറയും സമയം കഴിയാറായി കേട്ടോ, സമയം കഴിയാറായി കേട്ടോ, സമയം തീരാറായി കേട്ടോ എന്ന് പറയില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? അതിന് ഇംഗ്ലീഷ് ടേം എന്താണ്? സിമ്പിൾ, ടൈം ഇസ് അപ്പ് എന്ന് പറഞ്ഞേ. ടൈംസ് അപ്പ്, ടൈംസ് അപ്പ്. പലർക്കും പരിചയം കാണില്ല ഈ എക്സ്പ്രഷൻ, പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എക്സ്പ്രഷനാണ്. ടൈംസ് അപ്പ്, ടൈം ഈസ് അപ്പ് എന്നുള്ളത് ഷോർട്ടാക്കി നമ്മൾ പറഞ്ഞു ടൈംസ് അപ്പ്, ടൈംസ് അപ്പ്. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് പിന്നീട് ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ കഴിയും. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ കോൺട്രാക്ഷൻ എന്നാണ് വിളിക്കുക. അതായത് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ്, നമ്മൾ ഇംഗ്ലീഷ് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ, ഒരു നേറ്റീവ് സ്പീക്കറെ പോലൊക്കെ സൗണ്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ ഇത്ര ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ടൈം ഈസ് അപ്പ് എന്നുള്ളത് ഷോർട്ടാക്കി നമ്മൾ ടൈംസ് അപ്പ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞ് ടൈംസ് അപ്പ്, സമയം കഴിയാറായി, ടൈംസ് അപ്പ്, ടൈംസ് അപ്പ്. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 മിനിറ്റ് കൊടുത്താ കേട്ടോ, എനിക്ക് 1 ദിവസം കൊടുത്താ, എനിക്ക് 1 മണിക്കൂർ കൊടുത്താ, നമ്മളൊക്കെ പറയുന്നതാണ് അല്ലേ? കാരണം നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടെ ആവശ്യമുണ്ട്. ആ സിറ്റുവേഷനിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ സ്റ്റാൻഡേർഡായിട്ട് ഇംഗ്ലീഷിൽ പറയാം? നമ്മളിന്ന് പഠിക്കുന്ന കുട്ടി ഇംഗ്ലീഷിൽ ഏറ്റവും വലിയ ഒരു സെൻറ്റൻസ് ആണ് അത് കേട്ടോ. ഒന്നുമില്ല, സിമ്പിളാണ്. ഗിവ് മീ 2 മിനിറ്റ്സ്, എനിക്ക് 2 മിനിറ്റ് കൊടുത്താൽ. ഗിവ് മീ 1 അവർ, എനിക്ക് 1 മണിക്കൂർ കൊടുത്താൽ. ഗിവ് മീ 1 ഡേ, എനിക്ക് 1 ദിവസം കൊടുത്താൽ. കണ്ടോ എന്ത് രസമാണെന്നത് കേൾക്കാൻ. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് വേണം പറഞ്ഞു പഠിക്കാൻ. അപ്പം ഗിവ് മീ 2 മിനിറ്റ്സ്, ഗീവ് മീ 2 മിനിറ്റ്സ് എന്ന് പറഞ്ഞ് ഗിവ് മീ 2 മിനിറ്റ്സ്, എനിക്ക് 2 മിനിറ്റ് തായോ, 2 മിനിറ്റ് തരൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗിവ് മീ 2 മിനിറ്റ്സ്. ഇനി നമുക്ക് മക്കളുടെ അടുത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ, മിണ്ടാതിരിക്കുക, സംസാരം നിർത്ത്. ഓഫീസിൽ പോലും പലപ്പോഴും ലൂസ് സ്റ്റോക്കൊക്കെ വരുമ്പോൾ, അതായത് അനാവശ്യമായിട്ടുള്ള സംസാരമൊക്കെ വരുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. എന്ത്? സംസാരം നിർത്ത്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സിമ്പിൾ, സ്റ്റോപ്പ് ടോക്കിംഗ്. എങ്ങനെ? സ്റ്റോപ്പ് ടോക്കിംഗ്, സംസാരം നിർത്ത്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, വലിയ സെൻറ്റൻസിലേക്ക് ഒന്നും പോകണ്ട. ഈ 2 വാക്കിലൂടെ നമ്മൾ മെസ്സേജ് കൺവേ ചെയ്ത് കഴിഞ്ഞു. നാളെ മുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കരുത്. കുട്ടികളുടെ അടുത്ത് ഇന്ന് തന്നെ പോയിട്ട് ഉപയോഗിച്ചോളൂ. സ്റ്റോപ്പ് ടോക്കിംഗ് എന്ന് വെച്ചാൽ സംസാരം നിർത്ത്. സ്റ്റോപ്പ് ടോക്കിംഗ് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ടോക്കിംഗ്. വീണ്ടും ഒരു ഓഫീസിലെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ വീട്ടിലെ കോണ്ടെക്സ്റ്റ്. നമ്മളെപ്പോഴും ഓഫീസും വീടൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇവിടെയാണ് കൂടുതലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ശരിയല്ലേ? അതായത് ഈവനിങ്ങിൽ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം നമ്മൾ വീട്ടിലാണ്, പിറ്റേ ദിവസം നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഒരു 90% കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് നടക്കുന്നത്? വീട്ടിലായിരിക്കുമ്പം അല്ലെങ്കിൽ ഓഫീസിലായിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമ്പിൾസ് പറയുമ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എക്സാമ്പിൾ പറയുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സിറ്റുവേഷൻ നോക്കാം. ഒരാൾ താമസിച്ച് വരുന്നു, നീ ലേറ്റായി കേട്ടോ. ഇംഗ്ലീഷിൽ പറയണം. എങ്ങനെ പറയാം? സിമ്പിൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് പഠിച്ചേ. മീ, യു അല്ലേ?
ഒന്ന് സഹായിക്കാൻ വേണ്ടി നമുക്കൊരു വാക്കുകൂടെ എടുത്ത് അതിൻ്റെ ഒപ്പം ഇടാം. യു ആർ. ഇനി താമസിച്ചു, എന്താണ് വാക്ക്? ലേറ്റ്. യു ആർ ലേറ്റ്. യു ആർ ലേറ്റ്. കണ്ടോ, നീ താമസിച്ചു പോയി, നീ താമസിച്ചാണ് വന്നത്. യു ആർ ലേറ്റ്. നമ്മളൊരു വാണിംഗ് പോലെയാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ ഒന്ന് ചോദ്യം ചെയ്യുന്ന പോലെയാണ്. യു ആർ ലേറ്റ്, നീ താമസിച്ചു പോയി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പറഞ്ഞ്, യു ആർ ലേറ്റ്. യു ആർ ലേറ്റ്. എന്നോട് ക്ഷമിക്കണം, അല്ലേ? നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഗെറ്റ് വെൽ സൂൺ പറഞ്ഞതുപോലെ തന്നെ മര്യാദയുള്ളൊരു എക്സ്പ്രഷനാണ് എന്നോട് ക്ഷമിക്കണം. നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോറി പറയാറുണ്ട്. എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എന്നോട് ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടേം ഉണ്ട്. എന്തായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പൊറുക്കുക, ക്ഷമിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിലുള്ള വാക്കാണ് forgive. ഓക്കെ, ഒന്ന് പറഞ്ഞേ, forgive. അപ്പോൾ എന്നോട് ക്ഷമിക്കൂ, സിമ്പിൾ, forgive me. എന്താണ്? forgive me. എന്നോട് ക്ഷമിക്കൂ, forgive me. എന്നോട് ക്ഷമിക്കൂ. അടുത്തത്, എനിക്ക് പോകണം, എന്നെ പോവാൻ അനുവദിക്കൂ, ഞാൻ ഒന്ന് പൊക്കോട്ടെ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? അത് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേം എന്താണ്? മേ ഐ ഗോ എന്ന് വെച്ചാൽ ഞാൻ പൊക്കോട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നു. എന്നാൽ ഇവിടെ അതല്ല ഞാൻ പറയുന്നത്. നമ്മൾ പറയുന്നത് എന്നെ ഒന്ന് പോകാൻ അനുവദിക്കും, ഞാൻ പൊക്കോട്ടെ എന്നൊക്കെ വളരെ കാഷ്വലായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ്. ഞാനൊന്ന് പൊക്കോട്ടെ, എന്നെ ഒന്ന് പോകാൻ അനുവദിക്കൂ. എങ്ങനെ പറയാം? ലെറ്റ് മീ ഗോ. ലെറ്റ് മീ ഗോ. ലെറ്റ് മീ ഗോ. ലിറ്ററലി പറഞ്ഞാൽ എന്നെ പോവാൻ അനുവദിക്കൂ, ഞാൻ പൊക്കോട്ടെ. അല്ല, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം. അപ്പോൾ സ്ട്രക്ചറലി നമ്മൾ വരുമ്പോൾ കാഷ്വലായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. മേ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫോമലാണ് കേട്ടോ, മേ ഐ ഗോ. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ കാഷ്വലാണ്. ലെറ്റ് മീ ഗോ. ലെറ്റ് മീ ഗോ. ഞാൻ പൊക്കോട്ടെ, എന്നെ പോകാൻ അനുവദിക്കൂ, ലെറ്റ് മീ ഗോ. ഇനി വേറൊരു കാര്യം, എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരാളെ വിളിക്കേണ്ട ആവശ്യമുണ്ട്, അവനെ വിളിക്കുക. ഇവിടുത്തെയൊക്കെ സെൻറ്റൻസസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? മലയാളത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ യൂസേജ് ഉണ്ട്. നീ അവനെ വിളിക്കുക, അല്ലെങ്കിൽ നീ അവനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്, ഇങ്ങനെയൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവനെ വിളിക്കുക. എന്താണ് ഇംഗ്ലീഷ് പറയുക? ആലോചിച്ച്, call him. സിമ്പിൾ, call him. ഇവിടെ നിങ്ങൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറോ അതിൻ്റെ നീളമോ ഒന്നും നോക്കണ്ട, മെസ്സേജ് ക്വിക്കായിട്ട് കൺവേ ചെയ്യാൻ നമുക്ക് പറ്റണം, അത്രേ ഉള്ളൂ. call him. അവനെ വിളിക്കുക, അല്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ call him. അവനെ വിളിക്കുക, call him. യെസ്. ഇനി നമ്മൾ കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് പുറത്തു പോകുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മര്യാദയ്ക്ക് പെരുമാറുക. അടങ്ങിയിരിക്കുക. എന്താ ഇങ്ങനെ ചെയ്യുന്നത്, മര്യാദയ്ക്ക് നിന്ന് എന്ന് പറയുന്നില്ലേ? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? സിമ്പിളൊരു ടേം നമുക്കുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേമാണ് കേട്ടോ. എന്താണ്? ബിഹേവ് യുവർ സെൽഫ്. അത് മക്കൾ മാത്രമല്ല, ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം. ഒരാൾ ഇൻഡീസൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട്, അതായത് ആ സാഹചര്യത്തിന് ചേരാത്ത രീതിയിൽ പെരുമാറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം, ബിഹേവ് യുവർ സെൽഫ്. മര്യാദയ്ക്ക് പെരുമാറുക, നല്ല രീതിയിൽ പെരുമാറിക്കേ. ബിഹേവ് യുവർ സെൽഫ് എന്ന് പറഞ്ഞ്, ബിഹേവ് യുവർ സെൽഫ്. ഭയങ്കര ചൂടാണ്, ഫാൻ എന്നിട്ടേ എങ്ങനെ പറയാം? സ്വിച്ച് ഓൺ, അല്ലേ? ഓൺ ചെയ്യുക, അല്ലെ? സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഓണെന്ന് മാത്രമല്ല. നിങ്ങളൊക്കെ മലയാളത്തിൽ പറയുന്നത് എന്താണ്? ഫാൻ ഒന്ന് ഓൺ ചെയ്തേ. പക്ഷെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഓണെന്നല്ല, ഇറ്റ് ഈസ് സ്വിച്ച് ഓൺ ദ ഫാൻ. ആ ഫാൻ ഒന്ന് ഓൺ ചെയ്തേ, സ്വിച്ച് ഓൺ ദ ഫാൻ. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്, ഓഫ് ചെയ്തേ എന്നല്ല, സ്വിച്ച് ഓഫ് ദ ഫാൻ. ഇവിടെ സ്വിച്ച് ഓഫ് എന്നും സ്വിച്ച് ഓൺ എന്നുമാണ്. ഓൺ ആക്കുക, ഓഫ് ആകുക എന്നുള്ളതിന് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് എക്സ്പ്രഷൻ സ്വിച്ച് ഓൺ ആൻഡ് സ്വിച്ച് ഓഫ്. അപ്പോൾ ഫാൻ ഒന്ന് ഓൺ ചെയ്ത് എങ്ങനെ പറയും? സ്വിച്ച് ഓൺ ദ ഫാൻ. ഫാൻ ഒന്ന് ഓഫ് ചെയ്ത് എങ്ങനെ പറയും? സ്വിച്ച് ഓഫ് ദ ഫാൻ. ഓക്കെ? എനിക്കറിയാം പലരും പറയുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യത്തെക്കുറിച്ച് ഒരാൾ നിങ്ങളോട് പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു എക്സ്പ്രഷനാണ്, എനിക്കറിയാം. I know. KNOW. ഇതാണ് കേട്ടോ. എന്നോ എന്ന് വെച്ചാൽ നോ, അല്ല, ഇല്ല എന്നൊക്കെയുള്ള ഒരു വാക്കുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു വാക്കാണ് KNOW എന്ന് പറയുന്നത്. പക്ഷെ അറിയാമെന്നാണ് ഇതിൻ്റെ അർത്ഥം. I know എന്ന് പറഞ്ഞേ, I know. എനിക്കറിയാം. I know. നീ വിഷമിക്കണ്ട, നീ പേടിക്കണ്ട, നീ ടെൻഷൻ അടിക്കണ്ട. നമ്മളൊരാളെ ആശ്വസിപ്പിക്കാൻ, ഒന്ന് മെൻ്റലി സപ്പോർട്ട് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്, അല്ലേ? എന്താണ്? വിഷമിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട. ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക? ഡോണ്ട് വറി. നീ ടെൻഷൻ അടിക്കണ്ട, നിനക്ക് പേടിയൊന്നും വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ലേ? വളരെ കാഷ്വലി സപ്പോർട്ട് ചെയ്യാൻ. ഡോണ്ട് വറി. എന്തിനാ ആശങ്കപ്പെടുന്നു? ഡോണ്ട്
worry. അപ്പോൾ ഇനി നിങ്ങളുടെ സുഹൃത്തോ ഫാമിലി മെമ്പറോ ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് യൂസ് ചെയ്യാം എന്ത്? ഡോണ്ട് വറി. നീ പേടിക്കണ്ട. അതിനൊപ്പം വേണമെങ്കിൽ പറയാം ഐ ആം വിത്ത് യു, ഞാൻ കൂടെ ഉണ്ട്. ഡോണ്ട് വറി, ഡോണ്ട് വറി. അത് എഴുതിയെടുക്കുക, അത് എഴുതിയെടുക്കുക. എഴുതി വെക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? എങ്ങനെ പറയുക? എഴുതുക, റൈറ്റ്. എന്നാൽ എഴുതിയെടുക്കുക എന്നുള്ളതിന് നമ്മൾ പറയുന്നൊരു ഇംഗ്ലീഷ് ടൈം എന്തെന്നറിയാവോ? റൈറ്റ് ഇറ്റ് ഡൗൺ. റൈറ്റ് ഇറ്റ് ഡൗൺ. ടീച്ചർ ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നു, അല്ലെങ്കിൽ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു തരുന്നു, അത് എഴുതിയെടുക്കുക. എങ്ങനെ പറയും? റൈറ്റ് ഇറ്റ് ഡൗൺ, റൈറ്റ് ഇറ്റ് ഡൗൺ, റൈറ്റ് ഇറ്റ് ഡൗൺ. എഴുതിയെടുക്കൂ. ഡൗൺ എന്ന് വെച്ചാൽ താഴേക്ക് എന്നുള്ള അർത്ഥം കേട്ടോ. അത് എഴുതിയെടുക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വരുന്ന ടേമാണ് റൈറ്റ് ഇറ്റ് ഡൗൺ, റൈറ്റ് ഇറ്റ് ഡൗൺ. ക്ലിയർ ആണല്ലോ? റൈറ്റ് ഇറ്റ് ഡൗൺ. ഇനി നമ്മൾ അവസാനത്തെ എക്സ്പ്രഷനിലേക്ക് പോവാണ്. അത് മതി, അത് മതി അല്ലേ? ഇപ്പം നമ്മൾ ഏകദേശം 19ഓളം കുട്ടി ഇംഗ്ലീഷ് യൂസേജസ് പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മതി തൽക്കാലം. എന്താ പറയുക? ദാറ്റ്സ് എനഫ്, ദാറ്റ്സ് എനഫ്. അത് മതി. കാരണം നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നവരാണല്ലോ. 20 തന്നെ നമുക്ക് കൂടുതലാണ്. അപ്പോൾ 20 സിറ്റുവേഷൻസിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ എന്താണ്? ദാറ്റ്സ് എനഫ്, അത് മതി. പക്ഷേ നമ്മുടെ പഠനം അത് പോരാ. നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ 20 യൂസേജസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒരു തവണ കൂടെ കേൾക്കുക, എഴുതി വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഇംഗ്ലീഷിൻ്റെ ലോകത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഐ വിഷ് യു ഓൾ എ വെരി ഗുഡ് ഡേ. താങ്ക് യു. ഉടനെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.